ഹായ് ഹലോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നു അറിയുന്നത് തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനായിട്ടാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ആ ആശ്രമത്തിൻ്റെ ആ ഒരു രൂപം ഇവിടെ നിന്ന് കാണാൻ പറ്റും. താമര വിരിഞ്ഞ് വരുന്ന ആ ഒരു രൂപമാണ്. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ തന്നെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ചെരുപ്പ് വെച്ചിട്ടാണ്ട് ഇതിലാണ് നമുക്ക് നടന്നു പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കയറി വരുമ്പോഴത്തേക്കും ഇതൊരു വലിയൊരു ഷെഡാണ്. അതുകൊണ്ട് അവിടെ വന്ന് നമ്മൾ അതിട്ട് വരുവാണെങ്കിൽ പേരും ഡീറ്റെയിൽ ഒക്കെ എഴുതി കൊടുക്കണം. നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഗുരുദേവൻ്റെ ഒരു വാക്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആനയുടെ രൂപം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ള കളറാണ്. പിന്നെ ശാന്തിഗിരിയുടെ ആശ്രമത്തിൻ്റെ ആ ഒരു രൂപം ചകിരിയിൽ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുത്തങ്ങോട് വെഞ്ഞാറമൂട് ആ ഭാഗത്ത് അവിടെ ആരാനാലയില്ലേ? ഹലോ, ആരാനാലയം, ഇപ്പുറത്ത് പർണശാല, താമര പർണശാല, ഇവിടെ ഗുരുവിന്റെ ഫോട്ടോ. ഇത് ഇത്രയും ഇവിടുത്തെ പ്രതിഷ്ഠയും ഗുരുവിന്റെ ഫോട്ടോയും ഒഴിച്ചു ബാക്കിയുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഈ പർണശാല നിന്നിരുന്ന സ്ഥലത്ത് 1964 ഗുരു താമസിച്ചിരുന്ന കുടിലാണ്. 10 വർഷം 74 വരെ. കുടിൽ എന്ന് പറയുന്ന ഈ പർണശാല പർണശാലയായിരുന്നു. ഈ പർണശാല നിന്നിരുന്ന സ്ഥലത്ത് അതിനുശേഷം 75 ശേഷം അപ്പുറത്തേക്ക് വേറെ ഷെഡിലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ചെടികളൊക്കെ നട്ട് അവര് പരിപാലിച്ചിട്ടുണ്ട്. കാണാൻ വളരെ മനോഹരമായിട്ട് അവർ ചേർക്കുന്നില്ല. ഞാൻ അറിയാൻ വേണ്ടി. പിന്നെ ഇതാണ് ആശ്രമത്തിന്റെ ആ ഒരു രൂപം. പൂർണ്ണമായി രാജസ്ഥാൻ മാർബിളിൽ നിർമ്മിച്ചതാണ്. ഏകദേശം 90 അടി ഉയരം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതാണ് ആശ്രമം വരുന്നത്. ഇവിടെ ഒരു കിണറുണ്ട്. അത് ആശ്രമ കാര്യങ്ങൾക്ക് മാത്രം വെള്ളം യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒരു കിണറുണ്ട്. അപ്പം അവിടെ ആശ്രമത്തിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. മുറ്റത്ത് കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള നേർക്കുള്ള അനുമതിയില്ല. വീഡിയോസ് അങ്ങോട്ട് എടുക്കില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു വിളക്ക് പോലത്തെ സംഭവം. അവിടെ രാശി മാങ്ങ, ഇവിടെ മാവ് കുറേ നിറച്ച് മാങ്ങ കിടപ്പുണ്ട്. രാശി ഒന്ന് തറയുന്നിടത്ത് നല്ല മാങ്ങയാണ്. നമുക്ക് അങ്ങോട്ടുള്ളതൊന്നും വീഡിയോസ് എടുക്കാനുള്ള ഒരു അനുമതി ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടുള്ളതും കാണിക്കാൻ പറ്റത്തില്ല അല്ലേ? ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാം. ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഇവിടെ ഒരു ചെറിയ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട്. ശാന്തിഗിരി പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് അത്രയും പുസ്തകങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇതാണ് ഗുരുവിന്റെ ഗുരുവിന്റെ ജീവചരിത്രം അല്ലേ? ഒരുപാട് പുസ്തകം ഉണ്ടല്ലോ. അപ്പം നമ്മള് ശാന്തിഗിരി ആശ്രമം സന്ദർശിച്ചു. ഈ ആശ്രമത്തിനകത്ത് വീഡിയോഗ്രാഫി ഒരു പരിധി വരെ എടുക്കാൻ പറ്റില്ല. ചില ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ തീർച്ചയായും. ഇത് ഈ ആശ്രമത്തില് വന്നതിന് ശേഷം ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അതായത് ഗുരു ആരാണെന്നും ഗുരുവിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ. അവിടെ ഒരാള് നമ്മളോടൊപ്പം അവിടെ ഒരു ഗൃഹസ്ഥനി, അതായത് ആശ്രമത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു അന്തേവാസി, അദ്ദേഹം നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ആശ്രമത്തിന് ചുറ്റും ഏകദേശം 700ഓളം കുടുംബങ്ങള് ഗൃഹസ്ഥനായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ ആശ്രമത്തിന്റെ, അതായത് നമ്മൾ കാണുന്ന ഈ താമര പോലുള്ള താമര, അതിന്റെ തൊട്ട് വിരിഞ്ഞു വരുന്ന താമരയുടെ രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഫുള്ള് മാർബിളില്
രാജസ്ഥാനി മാർബിളാണ് അത് ഫുള്ള് പണിയിരിക്കുന്നത്. അതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് കറക്റ്റ് ആശ്രമവാസികൾ, അതായത് അതിനകത്ത് തന്നെ താമസിക്കുന്ന ആശ്രമവാസികൾ ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ സന്യാസിമാർ അവിടെ ഇപ്പോൾ ഇവിടെയുള്ള ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള ഒരു ഗുരു ഇപ്പൊ അവിടെ ഉണ്ട്. അദ്ദേഹം അല്ലേ, ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ അവർ ഈ ആശ്രമവും കാര്യങ്ങളും ഇപ്പോഴും നടത്തുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ്. 2010 ഈ താമരയുടെ ആ രൂപം പണിയെടുപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏകദേശം 6 വർഷത്തോളം എടുത്തതാണ് പറയുന്നത്. ഗൈസ്, നമ്മൾ ഇതിപ്പോ മറ്റുള്ള സ്ഥലങ്ങൾ എടുക്കുന്ന പോലെ ഇവിടെ വീഡിയോ വിശദമായിട്ട് എടുക്കാത്ത കാരണം ഒന്നാമത്തെ കാര്യം കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ ഗുരുവിന്റെ ഫോട്ടോ, ഗുരുവിന്റെ പ്രതിമ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. പിന്നീടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ നേരിൽ തന്നെ വന്ന് കണ്ട് നമ്മൾ സ്വയം അത് അനുഭവിച്ച് മനസ്സിലാക്കി അറിയുക എന്നുള്ളതാണ് ഒരു മെയിനായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം. അന്തരീക്ഷമൊക്കെ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷവും അല്ലേ, അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ്. ഇത് മറ്റുള്ള ഒരു തീർത്ഥാടന കേന്ദ്രങ്ങൾ പോലെ ഒരു സ്ഥലം പോലെ അല്ല, ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം. ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഒരിക്കലും. ഇത് ഒരു, അതായത് സ്വന്തമായിട്ട് നമുക്കൊരു മനസ്സുണ്ടാവണം ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും, ഈ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനൊക്കെ ഒരു സ്വയം മനസ്സ് തോന്നി അങ്ങനെ വന്ന് നമ്മളങ്ങനെ ദൈവികമായിട്ടുള്ള ഒരു ഇതിൽ വന്ന ശേഷം ഇത് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ഇത്തരത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളും. അപ്പം താല്പര്യമുള്ള ഏകദേശം എത്ര കിലോമീറ്റർ വരും? ട്രിവാൻഡ്രത്തിന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം ഉണ്ടായിരിക്കും ഇവിടെ വരാനായിട്ട്. അപ്പം വരാൻ ആഗ്രഹമുള്ളവര്, താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിക്കേണ്ട ഒരു മഹത്തായിട്ടുള്ള. എനിക്ക് ഇവിടെ ഒരു മാമ്പഴം കിട്ടിയായിരുന്നു. അതായത് ഇവിടെ നിറയെ മാവുണ്ട്, നിറയെ നിറയെ മാവല്ല, ഒരു മാവില് നിറയെ മാങ്ങയുണ്ട്. നിറയെ മാവുകളുണ്ട്, നിറയെ മാങ്ങ നിറച്ചിരിക്കുന്ന മാവുകളുണ്ട്. ഒരു മാങ്ങ തറയെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനത് എടുത്തു, ചാടി വീണു. അത് മാങ്ങ എടുത്ത് വണ്ടി വെച്ചിരുന്നു കൊണ്ടുപോകണം. പിന്നെ ഇവിടുന്ന് ഒരു പുസ്തകം വായിച്ചായിരുന്നു. ഗുരു തന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു മാനവരാശിയുടെ ഇന്നലെ, ഇന്ന്, നാളെ അതിന്റെ ഒരു കോപ്പിയാണ് അത്. അതിന്റെ പ്രിന്റാണ് വായിച്ചിരിക്കുന്നത്. അതിന് വായിച്ച് അതിന്റെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാമെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ഒരു പുസ്തകം വായിച്ചാണ്. ഞാൻ അങ്ങനെ ഒരിടത്തും പോയിട്ട് പുസ്തകം അങ്ങനെ വായിക്കുന്ന ആളല്ല നമ്മള്, അല്ലേ? പുസ്തകം ഒന്നും വായിക്കുന്ന ആളാണ്. പക്ഷെ ഇത് വാങ്ങിക്കാൻ തോന്നി അങ്ങനെ വായിച്ചാണ്. എത്രയൊക്കെ ഉള്ളൂ? വീണ്ടും നല്ലൊരു പുതിയ വീഡിയോ ഇട്ട് അല്ലേ? അല്ല, ഒരു കാര്യം, അതായത് നമ്മള് ഇവിടെ നമുക്ക് ഇവിടെ ഫസ്റ്റ് രജിസ്റ്ററിൽ നമ്മളെ പേരും ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടാണ്. എൻട്രി ഫീ അങ്ങനെയൊന്നുമില്ല, ആശ്രമമല്ലേ. പേരും അഡ്രസ്സും എഴുതി കൊടുത്തിട്ട് അകത്തോട്ട് കയറി. അപ്പൊ നമ്മളെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആള് വന്നായിരുന്നു, ഒരു അരുൺ പുള്ളി പേര് പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനും കേട്ടില്ല, ശ്രദ്ധിച്ചു. അപ്പോ അത് നമ്മൾ വന്ന് എല്ലായിടവും കൂടെ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആളാണ്. എവിടെ വീഡിയോ എടുക്കണം, എവിടെ എടുക്കാൻ പാടില്ല, പിന്നെ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അത് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാല് നമുക്ക് അതിൽ നിന്ന് ഒരു പോസിറ്റീവ് ഇത് കിട്ടിയില്ലേ, പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പം അതിലൂടാത്ത കുറെ കാര്യങ്ങൾ ഒരുപാട് അറിവുള്ള ഒരാളിന്റെ അറിയാൻ സാധിക്കുന്ന എന്ന് പറഞ്ഞ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു, അല്ലേ? ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഇത് അറിയാൻ പറ്റിയത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. തീർച്ചയായും ഇത് നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രാവൽ വ്ലോഗായിട്ട് കാണണമെന്നില്ല, നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. വളരെ വളരെ എന്തോ പറയാ, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ എന്താ പറയാ, ഇങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാവരും വരാം. പിന്നെ നമ്മൾ ഡ്രസ് കോഡ് നമ്മൾ ഇത് ഇങ്ങനെ കളർഫുൾ ആയിട്ടാണ് പോയത്. ഇവിടെ വെള്ളയാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ ഇട്ട് വരുന്നത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഇല്ല പോലും നമ്മൾ അങ്ങനെ ഒരു വെള്ളയും ഇട്ട് വന്നാൽ കുറച്ചുകൂടി ഒരു ബെറ്റർ വൈബ് ആയിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. വീഡിയോ പേര് അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ. ഇവിടെ ഈ ആശ്രമത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, എല്ലാം ചെയ്തേക്കാം. ഇതിന് മറ്റൊരു വീഡിയോ